ഒരു ആരോപണം ഉന്നയിക്കുക, അത് വിശദമായി 3-4 തവണ ചോദ്യം ചെയ്യുമ്പോഴും അതേ കാര്യങ്ങൾ ആവർത്തിക്കുക. അതൊക്കെ ഒറ്റയ്ക്ക് തോന്നിയതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും സ്വാധീനമാണോ? അതുകൊണ്ട് പോലീസ് സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണ്. 13 വയസ്സുള്ള പെൺകുട്ടി, 10ാം ക്ലാസ് പോലും ആയിട്ടില്ല, വെറും 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരു അഫയർ ഉണ്ടാവുന്നു. അത് ബ്രേക്കപ്പ് ആവുന്നു. ബ്രേക്കപ്പ് ആയ സമയത്ത് ആ പെൺകുട്ടി നേരെ പോലീസ് കേസ് കൊടുക്കുന്നു. പോലീസ് കേസ് അഞ്ചിൽ പോക്സോ. തന്നെ 10 പേർ ചേർന്ന് പീഡിപ്പിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി കൊടുത്ത കേസ്. 10 പേര് പിടിയിലാവുന്നു. അത് ഭീകരമായ രീതിയിൽ ആ 10 പേർക്കെതിരെ കേസുകളൊക്കെ ചമക്കപ്പെടുന്നു. നമ്മുടെ കേരളത്തിൽ അതൊരു വലിയ വാർത്തയാവുന്നു. പിന്നീട് പോലീസ് അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ 10 പേരും പ്രതികളല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയും മറ്റൊക്കെ ബന്ധമുള്ള സുഹൃത്തുക്കളും മറ്റൊക്കെയാണ്. പക്ഷേ തന്നെ ഒരാൾ പ്രണയിക്കുകയും ആ പ്രണയിച്ച ആള് തേക്കുക എന്ന് പറയുന്ന മഹത്തായ പ്രവൃത്തി ചെയ്യുകയും ചെയ്തതിന്റെ പക ആ പെൺകുട്ടി തീർത്തത് ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ പെൺകുട്ടിയുടെ ആ ഒരു പരാതിയുടെ പേരിൽ പോക്സോ കേസിൽ അകപ്പെടുന്നത് 10 ആൺകുട്ടികളാണ്. ആ 10 പേർ അവിടെ അകപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 പേരുടെ വീട്ടുകാർ ആ ഒരു നിമിഷം അനുഭവിച്ച പ്രശ്നങ്ങൾ, വേദനകൾ, മാനസിക പ്രശ്നങ്ങൾ, ആ പയ്യന്മാർ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ എന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? അവർക്ക് പുതിയ നല്ല സൗഹൃദം കിട്ടാത്ത അവസ്ഥ. ഇനിയിപ്പോൾ ഈ കേസ് ഇതെങ്ങനെ തേച്ചും, ഇതിപ്പോൾ ആ പെൺകുട്ടി കൊടുത്ത ഒരു കള്ള കേസാണെന്ന് അറിഞ്ഞാൽ പോലും ഇത് വിശ്വസിക്കാത്ത കുറേ ആളുകളുണ്ടായിരിക്കും. അതൊരു കള്ളക്കേസാണെന്ന് പോലും വിശ്വസിക്കാത്ത കുറേ ആളുകളുണ്ടായിരിക്കും. അവർക്കൊരു തരത്തിലും ജീവിതാവസാനം വരെ സ്വസ്ഥത കിട്ടാത്തൊരു ജീവിതത്തിലേക്ക് അവരെ നയിക്കപ്പെടുന്നതാണ്. നമ്മുടെ കേരളത്തിൽ പുരുഷന്മാർക്കും വലിയ അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകളൊക്കെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ചില കേസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്നൊക്കെ തോന്നിപ്പോകും. കാരണം പെണ്ണ് എന്ന് പറയുന്ന ഇവർ ഇങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടായിട്ട് ഇത്തരം ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള അതിൻ്റെ പുറകെയുള്ളൊരു പ്രശ്നം. എന്തൊക്കെയായാലും ഇതൊരു വല്ലാത്ത ഒരു പരിപാടിയായി പോയി. ബൈ.